MLA ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇല്ല, ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് 9 പേര് മരിച്ചു എന്നുള്ളതാണ്. 4 പേര് ഹോസ്പിറ്റലിലേക്ക് പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മരിച്ചതിൽ 7 സ്ത്രീകളും 1 കുട്ടിയും 1 പുരുഷനുമാണുള്ളത്. കുറച്ചാൾ മിസ്സിംഗ് ആണ്. ടോട്ടൽ 16 ആളുണ്ടോ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മിസ്സിംഗ് ആണ്. നോക്കണം കൃത്യമായിട്ട് എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. അതാണ് സ്കൂളിൽ നിന്ന് വിവരം. അതന്നെ 16 ആള് പിന്നെ പോയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ 13 ആൾക്കാരാണ് നമുക്ക് പിന്നെ ബോഡി കിട്ടിയിട്ടുള്ളത്. മറ്റേ 4 ആൾക്കാരെ പിന്നെ രോഗികളായിട്ട് അല്ല ആക്സിഡന്റ് ആയിട്ട് വല്ലാതെ പിന്നെ അസുഖങ്ങളുണ്ട്. വളരെ സീരിയസ്ലി ഇല്ലാണ് അവർക്ക്. കോയമ്പത്തൂരിലേക്ക് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാ. 4 പേര് മോശമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ നമ്മുടെ കോയമ്പത്തൂരിലേക്ക് മാറ്റിയിട്ടുള്ളത്. 9 പിന്നെ ബോഡി അവിടെ ഇപ്പം ഉള്ളത്. അവിടെ KMCCയിലെ പ്രവർത്തകർ വളരെ സജീവമായിട്ടുണ്ട്. ഇവിടെ കോയമ്പത്തൂരും പിന്നെ KMCCയിലെ പ്രവർത്തകരുണ്ട്. അവരൊക്കെ കൂടി അവിടുത്തെ കാര്യങ്ങൾ ഇപ്പം മാനേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരെ അയച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. പല ആൾക്കാരും PTA പിന്നെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരും മരിച്ചവരുമായിട്ടുള്ള 13 പേരുടെ കണക്കാണുള്ളത്. ഇപ്പൊ ആസിറ്റീസ് മിസ്സിംഗ് ആണ്. അതിപ്പോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുള്ള പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. ആ സ്ഥലങ്ങളിൽ അല്ല, അതിപ്പോ പോലീസിന്റെ അടുത്തിന്റെ ഇവിടെ എന്ന് പറഞ്ഞു പോയ ആൾക്കാരിൽ മരിച്ച ആൾക്കാരുടെ പേരും നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. 16 പേര് പോയി എന്നുള്ളത് കൺഫേം ആണ്. ഇപ്പൊ ആസിറ്റീസ് 16 പേര് പോയിട്ടുള്ളതാണ് നമ്മളെ പിന്നെ വിവരം. അല്ല, നമ്മളിപ്പം പിന്നെ ഇവിടെയുള്ള ആൾക്കാരോട് ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മുടെ KMCCയുടെ പ്രവർത്തകരുണ്ടല്ലോ പിന്നെ പൊള്ളാച്ചിയൊക്കെ ഉള്ള. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് അവിടെ നിന്നുള്ളൊരു വിവരമാണ്. മുസ്തഫ, നീ പൊള്ളാച്ചി എത്തിയോ? ഹോസ്പിറ്റലുണ്ട്. അല്ല, അവിടുന്ന് ഇപ്പം കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ. ഹലോ, 4 പേരിനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് മുസ്തഫ പറയുന്നത്. ഇനി അവിടെ പോലീസിനോട് സംസാരിക്കേ. 3 പേരാ? സീരിയസാ? പെൺകുട്ടിയാ? ചെറിയ കുട്ടിയാ? 20 വയസ്സായി. ശരി, അവിടെ എന്താ വേണ്ട വിചാരിച്ചാൽ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കട്ടോ. KMCCക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ? ഓക്കെ, DMK ഒക്കെ ഉണ്ട്. ഓക്കെ, ഫൈൻ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ. ശരി, ഓക്കെ. അതന്നെയാണ് ഇപ്പോഴത്തെ വിവരം. അതാണ്. ഒരു കുട്ടി ഇപ്പോൾ അവിടെ പിന്നെ ഒരു പെൺകുട്ടി അവിടെ ഹോസ്പിറ്റലുണ്ട്. പിന്നെ അത്ര സീരിയസ് അല്ല പൊള്ളാച്ചിയിൽ. മറ്റേ 3 പേരാണ് പിന്നെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത്. കുട്ടിയുടെ പേര് അത് ഒരു പെൺകുട്ടി 16 വയസ്സാണ്. പേരൊന്നും ഇപ്പം അങ്ങനെ ഒന്നും കിട്ടാനില്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാർ PTA ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? അതുണ്ടാവും. ഇപ്പൊ രാത്രിയൊക്കെയാണ് അതിന്റെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. സ്വാഭാവികമായിട്ട് അവിടെയുള്ള DMKയുടെ പ്രവർത്തകരും KMCCക്കാരും ഒക്കെ അവിടെ വളരെ സജീവമായിട്ടുണ്ട്. അവിടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 16 പേര്. 16 പേര് ഡ്രൈവർ അടക്കമുള്ളതാ. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ആസിറ്റീസ് നമ്മുടെ വിവരം. മഞ്ഞളാംകുഴി അലി MLA ആണ് സംസാരിക്കുന്നത്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ അല്പം ആശങ്ക ഈ കാര്യത്തിൽ ഇനിയും നിലനിൽക്കുന്നുണ്ട്. എവിടെയാണ് പോലീസ് ഉള്ളത്? ഇവിടെ ഉണ്ടോ? എവിടെ ഇതുണ്ടോ? ആരൊക്കെ? ഒന്ന് അജിത 54 വയസ്സ്, റംല 52 വയസ്സ്, സൂറ 43, ആശ 41, മജീദ് 43, സാജിദ 45, ഷക്കീല 37, നൌഷാദ് 39, റുക്കിയ. അല്ല, അതന്നെ. അല്ല, മരിച്ചവരെ പേരാണ് പറയുന്നത്. അല്ല, അതിലിപ്പോ 12 പേരാണ് ഇപ്പൊ ഇതിലുള്ളത്. അവര് പിന്നെ ഡീറ്റെയിൽസ് വന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അവരുടെ ഫോട്ടോഗ്രാഫ്സ്. ആരെ?
അല്ല ഇപ്പൊ അത് ഫുള്ളായിട്ടുണ്ടാവുന്നില്ല. ഏറ്റവും ഗൗരവത്തിലുള്ളൊരു കാര്യം ഇപ്പം ശരി, എന്തായാലും ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 13 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 9 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 4 പേർ മെഡിക്കൽ കോളേജിലും താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് പൊള്ളാച്ചി SP അല്പം മുമ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം. പക്ഷേ ഇപ്പോൾ മഞ്ഞളാംകുഴി അലി MLA ആ സ്കൂളിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ നിന്നും പോയ ആളുകളുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കിയതിൽ നിന്നും 16 പേർ പോയിട്ടുണ്ട്, ഡ്രൈവർ അടക്കം എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഔദ്യോഗികമായി തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 പേരുടെ കാര്യത്തിൽ ഒരു ചെറിയ അവ്യക്തതയുണ്ട്. അവർ ഇപ്പോൾ കരുതുന്ന വിവരം അനുസരിച്ച് ഈ അപകട സ്ഥലത്ത് തന്നെ ഒരുപക്ഷേ 3 പേർ അത് മിസ്സിംഗ് എന്നുള്ളതാണ് MLA പറയുന്നത്. എന്താണ് അതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ പൂർണ്ണ തോതിൽ പൂർത്തിയാക്കി തന്നെയാണ് എല്ലാ ആളുകളെയും അവിടെ നിന്ന് മാറ്റിയത്. രക്ഷാപ്രവർത്തനം അവിടെ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്പം മുമ്പ് അവിടെ നിന്ന് മനസ്സിലാക്കിയ വിവരം. പക്ഷേ എന്താണ് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. 3 പേരുമായി ബന്ധപ്പെട്ട വിവരത്തിലാണ് ഇപ്പോൾ ഒരു അവ്യക്തത. ഷാരിഖിലേക്ക് പോകാം. ഷാരിഖ്, അവിടെ 13 പേർ എന്നുള്ളത് SP അല്പം മുമ്പ് സ്ഥിരീകരിച്ച വിവരമാണ്. പക്ഷേ ഇതാ മലപ്പുറത്ത് നിന്ന് വരുന്ന വിവരം അനുസരിച്ച് 16 പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ ഉറപ്പാക്കുന്നുണ്ട്, ആ പോയ ആളുകളുടെ പേര് വിവരങ്ങളടക്കം. അപ്പോൾ എന്താണ് ഒരു ആശയക്കുഴപ്പം അതിൽ ഷാരിഖ് 3 പേരുടെ കാര്യത്തിൽ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.